Hi learners, welcome to I Plus Training Solutions. ഇപ്പോൾ നമ്മളുടെ KFC അസിസ്റ്റന്റിന്റെ മൊഡ്യൂൾ 2 അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോകാം. അപ്പോൾ ഈ രണ്ടാമത്തെ മൊഡ്യൂൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കാനുണ്ടല്ലേ, അതായത് കുറച്ച് കണക്കുകളൊക്കെ ചെയ്ത് പഠിക്കണം. അവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഡിവിഡൻഡ് ഡിസിഷനും ക്യാപിറ്റൽ സ്ട്രക്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിയറീസുകളെ പറ്റിയിട്ടൊക്കെ പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതിനകത്തുനിന്നേ ചോദ്യം ചോദിക്കൂ, ഇതിന്റെ പുറത്തുനിന്ന് ചോദിക്കത്തില്ല. കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം. നമുക്കറിയാം ഒരു മൊഡ്യൂളിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് വരുന്നത്. ഈ 10 ചോദ്യങ്ങൾ ഓരോ മൊഡ്യൂളിൽ നിന്നും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളിലെ 10 മാർക്ക് നമുക്ക് കിട്ടും. അത് കറക്റ്റ് ആയിട്ട് ആ മൊഡ്യൂൾ നിങ്ങൾ സിലബസ് വൈസ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. I+ന്റെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ I+ന്റെ കോഴ്സിൽ ചേർന്നിട്ട് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉൾപ്പെടെയുള്ള സെഷൻസിൽ തന്നെ നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇന്ന് നോക്കാം. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്താണ് എന്നത് ആദ്യം നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ? മിനിമം റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന മിനിമം റിട്ടേൺ അല്ലേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മളൊരു ബാങ്കിൽ കുറച്ച് പൈസ കൊണ്ടിടുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പലിശ ഇല്ലേ, ബാങ്കിൽ നിന്ന് ഇത്ര രൂപ തിരിച്ച് കിട്ടണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലേ, അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് ബാങ്കിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. എന്തുകൊണ്ട് അതിനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതൊരു കോസ്റ്റ് എന്ന് പറയാൻ കാരണം അത് ആ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ അവർക്കൊരു കോസ്റ്റ് അല്ലേ, ഒരു ചെലവല്ലേ. നമ്മൾ കൊണ്ട് പൈസ ഇടുമ്പോൾ നമുക്കതിന്റെ പലിശ അവർ തരണം അല്ലെ, അവർക്കതൊരു ചെലവാണ്. സോ അതിനെ അവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. അപ്പൊ അത് ആ ഒരു ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന മിനിമം റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊരു ഫേം പറയുന്നത്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പല രീതിയിൽ നമുക്ക് ചെയ്തുകൂടെ? അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫേമിന് ഫണ്ട് റേസ് ചെയ്ത് വെക്കുന്ന, ഫേമിന്റെ അക്യൂമുലേറ്റഡ് ആയിട്ട് അവർ റേസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസയാണ് ക്യാപിറ്റൽ. അപ്പൊ ഫേം പല പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഫണ്ട് റേസ് ചെയ്യത്തില്ലേ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഫേമിന്റെ തന്നെ റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ നിന്ന് എടുക്കാം. അങ്ങനെ പല രീതിയിൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാമല്ലോ. അപ്പൊ ഈ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്ത് പൈസ സ്വരുക്കൂട്ടി ഫേം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്തു. അങ്ങനെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. നമ്മളൊരു കമ്പനി ആണെങ്കിൽ നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അത് നമ്മളുടെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് അറിയില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പോയി റെഫർ ചെയ്യണം. കോസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അത് റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ എന്ന് നോക്കണം. റെഡീമബിൾ ആണെങ്കിൽ അതിന് വേറെ ഇക്വേഷൻ ആണ്, ഇറഡീമബിൾ ആണെങ്കിൽ നമുക്ക് വേറെ ഫോർമുലയാണ് അല്ലെ. അതിന് ഇക്വിറ്റി ഷെയറുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കണം അല്ലെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇങ്ങനെ പല രീതിയിൽ. ഇനി പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, അതും റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ എന്ന് നോക്കാം. ഇങ്ങനെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പല പല മെത്തേഡുകളിൽ കൂടെ കണ്ടുപിടിക്കും. അതിലൊരു മെത്തേഡാണ് CAPM എന്ന് പറയുന്നത്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയും. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കിനിയും ഈ ഒരു ഏരിയയിലേക്ക് പോകാം. ദിസ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ അപ്രോച്ച്. ഈ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിനെ തന്നെ SML, സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ അപ്രോച്ച് എന്നും പറയാറുണ്ട്. സോ അണ്ടർ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ ആൻ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടേഴ്സ്. വളരെ 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 ഇമ്പോർട്ടന്റ്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ പ്രകാരം എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെയാണ് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ. രണ്ടും സെയിം ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെയാണ് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എക്സ്പെക്ടഡ് റിട്ടേൺ ഇരിക്കുന്നത്. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ പറയാൻ പോകുന്ന 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഏതൊക്കെയാ നോക്കിയേ? 1 റിസ്ക് ഫ്രീ റേറ്റ്, 2 മാർക്കറ്റ് റിസ്ക് പ്രീമിയം, 3 സിസ്റ്റമാറ്റിക് റിസ്ക്. ഈ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ
മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ആണെന്ന് പറഞ്ഞു. ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഏതൊക്കെയാണ്? റിസ്ക് ഫ്രീ റേറ്റ്, റിസ്ക് പ്രീമിയം, സിസ്റ്റമാറ്റിക് റിസ്ക്. റിസ്ക് ഫ്രീ റേറ്റ്, റിസ്ക് പ്രീമിയം, സിസ്റ്റമാറ്റിക് റിസ്ക്. ഒരു ചോദ്യം ഇവിടുന്ന് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 പേരുകൾ, ഈ 3 ഫാക്ടേഴ്സ് പഠിച്ചു വെക്കുക. അത് ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഈ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് 3ഉം പഠിക്കണം, എന്നാലേ നമുക്ക് ഇനി ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റൂ. ഇതിന്റെ 3ന്റെയും ബേസിലാണ് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? റിസ്ക് ഫ്രീ റേറ്റ്, മാർക്കറ്റ് റിസ്ക് പ്രീമിയം, സിസ്റ്റമാറ്റിക് റിസ്ക്. റിസ്ക് ഫ്രീ റേറ്റ്, റിസ്ക് പ്രീമിയം, സിസ്റ്റമാറ്റിക് റിസ്ക്. ഈ 3 ഫാക്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇരിക്കുന്നത് എന്നുള്ളതാണ് CAPM അപ്രോച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെ CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അപ്രോച്ച് പ്രകാരം 3 ഫാക്ടേഴ്സ് പറഞ്ഞു. ഈ 3 ഫാക്ടേഴ്സും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റിസ്ക് ഫ്രീ റേറ്റ്. റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫേമിന് 0 ലെവൽ ഓഫ് റിസ്കിൽ കിട്ടുന്ന റിട്ടേൺ ആണ് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. റിട്ടേൺ ഓൺ 0 ലെവൽ ഓഫ് റിസ്ക്. 0 ലെവൽ ഓഫ് റിസ്കിൽ കിട്ടുന്ന റിട്ടേൺ ആണ് റിസ്ക് ഫ്രീ റേറ്റ്. ഇനി റിസ്ക് പ്രീമിയം എന്ന് പറയുമ്പോൾ റിസ്ക് എടുക്കുന്നതിന് കിട്ടുന്ന അഡീഷണൽ റിട്ടേൺ, ദാറ്റ് ഈസ് റിസ്ക് പ്രീമിയം. ഇപ്പോൾ ഒരു ബിസിനസിന്റെ റിസ്ക് 0 ആണ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന റിട്ടേണിനെ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയാം. ഇനി അഡീഷണൽ റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടല്ലോ, റിസ്ക് എടുക്കുന്നത് കൊണ്ട് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ, അതാണ് നമ്മുടെ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. ആൻഡ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സിസ്റ്റത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന റിസ്കുകളാണ് ബീറ്റ, അല്ലെ? ബീറ്റ എന്ന് പറയും. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന റിസ്കുകളാണ് സിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്കും അൺസിസ്റ്റമാറ്റിക് റിസ്കും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് എന്താ? ഒരു ബിസിനസിനെ ഫുള്ളായിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ഒരു ബിസിനസിനെ മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയെ തന്നെ മുഴുവനായിട്ട് ബാധിക്കുന്ന റിസ്കുകളാണ് സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ്, റിസ്ക് ഫ്രീ റേറ്റ്, റിസ്ക് പ്രീമിയം, സിസ്റ്റമാറ്റിക് റിസ്ക്, ഇതിന്റെ 3ന്റെയും ഈ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇപ്പൊ റിസ്ക് ഫ്രീ റേറ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, 0 റിസ്കിൽ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? 0 റേറ്റ് റിസ്കിൽ, അതായത് ആ കമ്പനിക്ക് റിസ്കേ ഇല്ല. റിസ്ക് ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ അവർ എത്ര റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണം? ഇനി ആ കമ്പനിക്ക് റിസ്ക് ഉണ്ട്, റിസ്ക് എടുക്കുന്ന കമ്പനി, അവർക്ക് എന്തൊക്കെയോ റിസ്കുകളുണ്ട്, അവർക്ക് പല ഫിനാൻഷ്യൽ റിസ്കുകളൊക്കെ ഉണ്ട്, കൂടുതൽ ഡെപ്റ്റ് ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസ്ക് എടുക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ റിസ്ക് എടുക്കുന്നതിന് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട റിട്ടേൺ ആണ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ സിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്, അല്ലെ? റിസ്ക് എലമെന്റിനെയും പറയുന്നു. അപ്പൊ ഈ 3 എലമെന്റുകളെയും വെച്ച് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ RF പ്ലസ് ബീറ്റ, അതായത് RF എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു റിസ്ക് പ്രീമിയം. റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു റിസ്ക് പ്രീമിയം. റിസ്ക് ഫ്രീ റേറ്റ് ആണ് RF, അതായത് 0% റിസ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, ദാറ്റ് ഈസ് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് ഇൻറ്റു ഇത് റിസ്ക് പ്രീമിയം ആണ്. എന്താ ഈ റിസ്ക് പ്രീമിയം? RM മൈനസ് RF. RM മൈനസ് RF എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേണിൽ നിന്ന് റിസ്ക് ഫ്രീ റേറ്റ് കുറയ്ക്കണം. മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേണിൽ നിന്ന് റിസ്ക് ഫ്രീ റേറ്റ് കുറയ്ക്കുന്നതാണ്, അതല്ലേ? നമുക്ക് മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേണിൽ നിന്ന് റിസ്ക് ഫ്രീ റേറ്റ് കുറച്ചാൽ ബാക്കിയുള്ളത് റിസ്ക് പ്രീമിയം അല്ലേ? ഇപ്പൊ നമുക്കൊരു 10,000 രൂപയാണ് കിട്ടിയ റിട്ടേൺ, നമുക്കൊരു 10,000 രൂപ നമ്മുടെ കമ്പനിക്ക് റിട്ടേൺ കിട്ടി. റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് 5,000 ആണ്. 5,000 രൂപയാണ് റിസ്ക് ഫ്രീ റേറ്റിൽ കിട്ടുന്ന റിട്ടേൺ. അപ്പോൾ ഈ 10,000 കിട്ടിയെങ്കിൽ 5,000 റിസ്ക് ഫ്രീ റേറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ കിട്ടിയ 10,000-ൽ നിന്ന് റിസ്ക് ഫ്രീ റേറ്റിൽ കിട്ടിയ എമൗണ്ട് കുറച്ചാൽ ബാക്കി കിട്ടിയ 5,000 എന്ന് പറഞ്ഞാൽ അത് റിസ്ക് എടുത്തതിന് കിട്ടിയ അഡീഷണൽ പ്രീമിയം അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് RM മൈനസ് RF. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അണ്ടർ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു റിസ്ക് പ്രീമിയം. റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു റിസ്ക് പ്രീമിയം. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. നമുക്കിതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം നോക്കാം. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഇക്വേഷൻ ഇപ്പൊ കാണാമല്ലോ ക്ലിയർ ആയിട്ട്. നോക്കിക്കേ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലില് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു റിസ്ക് പ്രീമിയം. ഈ റിസ്ക് ഫ്രീ റേറ്റ് 0 റേറ്റ് ഓഫ് റിസ്കിൽ കിട്ടുന്ന റിട്ടേണുകളെയാണ് റിസ്ക് ഫ്രീ റേറ്റ്.
അത് സീറോ റേറ്റ് ഓഫ് റിസ്ക് ഉള്ളത് ആർക്കായിരിക്കും? നമുക്കറിയാം ഗവൺമെന്റ് ബോണ്ടുകൾക്ക്. ഇവിടെ എക്സാമ്പിൾ ആണ് US എന്ന് കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, നമ്മൾ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് വാങ്ങിയാൽ അവിടെ സീറോ റിസ്ക് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് കിട്ടുന്ന റിട്ടേൺ അത് റിസ്ക് ഫ്രീ റേറ്റിൽ കിട്ടുന്ന റിട്ടേൺ ആണ്. കാരണം നമുക്കറിയാം ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയാറുണ്ട്. ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് അതായത് സ്വർണത്തിന്റെ ഒരു പൂട്ടുള്ള സെക്യൂരിറ്റീസ് ആണെന്നൊക്കെ പറയാം. അതിനർത്ഥം അത് അത്രയും സേഫ് ആണ്, റിസ്ക് ഇല്ല, റിസ്ക് ഫ്രീ ആണെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിസ്ക് ഫ്രീ റേറ്റ് നമുക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് കിട്ടുന്ന റിട്ടേണിനെ റിസ്ക് ഫ്രീ റേറ്റിലുള്ള റിട്ടേൺ ആണ് എന്ന് അനുമാനിക്കാം. പ്ലസ് ബീറ്റ ഇൻറ്റു റിസ്ക് പ്രീമിയം. ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് ഇൻറ്റു റിസ്ക് പ്രീമിയം. റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് റിസ്ക് എടുക്കുന്നതിന് കിട്ടുന്ന അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്. ആ റിസ്ക് പ്രീമിയം കണ്ടുപിടിക്കാൻ മാർക്കറ്റ് റിട്ടേണിൽ നിന്ന് റിസ്ക് ഫ്രീ റേറ്റ് കുറച്ചാൽ മതി. മാർക്കറ്റ് റിട്ടേണിൽ നിന്ന് റിസ്ക് ഫ്രീ റേറ്റ് കുറയ്ക്കുന്നതാണ് റിസ്ക് പ്രീമിയം. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. റിസ്ക് ഫ്രീ റേറ്റ് ഈസ് 6%. റിസ്ക് ഫ്രീ റേറ്റ് 6% ആണ്. മാർക്കറ്റ് റിസ്ക് പ്രീമിയം 9%. ബീറ്റ ഈസ് 1.54. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി? വളരെ സിമ്പിൾ അല്ലേ? ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. നേരെ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലേ? വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നോക്കിക്കേ, റിസ്ക് ഫ്രീ റേറ്റ് 6% എന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെയാ പഠിച്ചത്? റിസ്ക് ഫ്രീ റേറ്റ് RF പ്ലസ് ബീറ്റ ഇൻറ്റു റിസ്ക് പ്രീമിയം അല്ലെ? റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു റിസ്ക് പ്രീമിയം. നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. റിസ്ക് ഫ്രീ റേറ്റ് നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്നുണ്ട് 6% ആണ്. അപ്പോൾ 0.06 പ്ലസ് ബീറ്റയും നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 1.54 ഇൻറ്റു റിസ്ക് പ്രീമിയം എത്രയാ പറയുന്നത്? 9% എന്ന് പറയുന്നു അല്ലേ? 0.09. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 19.86 ആണ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആയിട്ടും എക്സാമിന് ചോദിക്കാം. സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്